ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 3 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് ഈ ഡിഡക്ഷനും ഇൻഡക്ഷനൊക്കെ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ് എന്നത് പ്രത്യേകമായതിൽ നിന്ന് പൊതുവായതിലേക്ക് നീങ്ങുന്ന രീതി, അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേകമായൊരു ഇതിൽ നിന്ന് പൊതുവായതിലേക്ക് നീങ്ങുന്ന രീതി. ഒരു കൂട്ടം പ്രത്യേക നിരീക്ഷണങ്ങളിൽ നിന്ന് ആരംഭിച്ച് ആ സംഭവങ്ങൾക്കിടയിലുള്ള ഒരു ക്രമത്തെ പ്രതിനിധീകരിക്കുന്ന പൊതുവായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരും. അതായത് ഒരു പ്രത്യേക ഒരു നിരീക്ഷണം ആരംഭിച്ച് പൊതുവായ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന്, ഒരു കേസ് തിരിച്ചറിയുന്നു, ബന്ധം നിരീക്ഷിക്കുന്നു, പിന്നീട് മറ്റ് പല കേസുകളിലും അതേ ബന്ധം നിരീക്ഷിക്കുന്നു, ഒടുവിൽ എല്ലാ കേസുകൾക്കും ബാധകമായിട്ടുള്ള ഒരു പൊതു തിയറി വികസിപ്പിക്കുന്നു. ഇതാണ് ശരിക്കും ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വസ്തുതകളിൽ നിന്ന് തിയറി വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന രീതിയാണ്. മറ്റൊന്ന് ഡിഡക്ഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡിഡക്ഷൻ അഥവാ ഡിഡക്റ്റീവ് റീസണിങ് പൊതുവായതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായതിലേക്ക് നീങ്ങുന്ന രീതിയാണ്. യുക്തിപരമായോ സിദ്ധാന്തപരമായോ പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന് ആരംഭിച്ച് ഈ ഒരു പാറ്റേൺ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന നിരീക്ഷണങ്ങളിലേക്ക് നീങ്ങുന്നത്. ഡിഡക്ഷൻ എന്തുകൊണ്ട് എന്നതിൽ നിന്ന് തുടങ്ങി ആണോ അല്ലയോ എന്നതിലേക്ക്, വെദർ ഇതാണോ അല്ല എന്നതിലേക്കാണ് നോക്കുന്നത്. ഇൻഡക്ഷന് ഇതിന് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഇൻഡക്റ്റീവ് റീസണിങ് ഒരു തിയറി വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് നിലവിലുള്ള ഒരു തിയറിയെ പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച് ഒരു വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള സാഹിത്യം കുറവാണെങ്കിൽ പരിശോധിക്കാൻ ഒരു തിയറി ഇല്ലാത്തതിനാൽ ഇൻഡക്റ്റീവ് ഗവേഷണം സാധാരണയായിട്ട് നടത്തുന്നത്. 3 കാറ്റഗറി ആയിട്ടാണ്: ഒബ്സർവേഷൻ, ഒബ്സർവ്, പാറ്റേൺ നിരീക്ഷിക്കുക, ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ പൊതുവായ നിഗമനം വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 3 ഇതിൻ്റെ അടിസ്ഥാനം. നിരീക്ഷണമാണ് ഫസ്റ്റ്, അതിൻ്റെ ഒരു പാറ്റേൺ നിരീക്ഷിക്കുക, പിന്നെ ഒരു പൊതുവായ നിഗമനം വികസിപ്പിക്കുക. വ്യത്യസ്ത ടൈപ്പ് ഇൻഡക്റ്റീവ് റീസണിങ് ഉണ്ട്. ഒന്ന് ഇൻഡക്റ്റീവ് ജനറലൈസേഷൻ. ഒരു സാമ്പിളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് അത് ഉൾപ്പെടുന്ന മുഴുവൻ ജനസംഖ്യയെ കുറിച്ചൊരു നിഗമനത്തിലെത്തുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറലൈസേഷൻ. ജനസംഖ്യയെക്കുറിച്ച് പ്രസ്താവനകൾ നടത്താൻ പ്രത്യേകം സംഖ്യകൾ ഉപയോഗിക്കുന്നത്. കോഷ്യൽ റീസണിങ്. വ്യത്യസ്ത കാര്യങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധം ഉണ്ടാക്കുക. സൈൻ റീസണിങ്. വ്യത്യസ്ത കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുക. അനലോജിക്കൽ റീസണിങ്. മറ്റൊരു കാര്യവുമായുള്ള സാമ്യതയുടെ അടിസ്ഥാനത്തിൽ ഒന്നിനെക്കുറിച്ച് നിഗമനങ്ങളിലെത്തുക. ഇതിന് 4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നിരീക്ഷണം കൃത്യമായിരിക്കണം. നിരീക്ഷണങ്ങൾ ഒരു പ്രത്യേക യൂണിവേഴ്സിൽ നിന്നുള്ള പ്രാതിനിധ്യ സ്വഭാവമുള്ള കേസുകളെ ഉൾക്കൊള്ളണം. നിരീക്ഷണങ്ങളെ മതിയായ എണ്ണം കേസുകളെ ഉൾക്കൊള്ളണം. പിന്നെ വിശ്വസനീയമായ ഫലം ലഭിക്കാൻ സാമ്പിൾ വലുപ്പം വലുതായിരിക്കണം. നിഗമനങ്ങൾ കണ്ടെത്തലുകളിൽ നിന്ന് ലഭിച്ച അനുമാനങ്ങളിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കണം. സാമ്പിളുകൾ ഉൾപ്പെടുത്താത്ത തരം കേസുകളിലേക്ക് ഇത് സാമാന്യവൽക്കരിക്കരുത്. ഈ ഇൻഡക്ഷന് വിവിധ ടൈപ്പ് ഉണ്ട്. ഒന്ന്, തിയാഡോർസൺ പ്രകാരം 2 അടിസ്ഥാന തരം ഇൻഡക്ഷനാണുള്ളത്: എന്യൂമറേറ്റീവ്, അനലറ്റിക്. എന്യൂമറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രൂപമാണ്. സാമ്പിളുകളിൽ നിന്നുള്ള സാമാന്യവൽക്കരണമാണിത്. ഡാറ്റാ വിശകലനത്തിലൂടെയാണ് ഇത് സാധാരണ ലഭിക്കുന്നത്. രണ്ടാമത്തത് അനലറ്റിക് ഇൻഡക്ഷൻ. പ്രത്യേക സവിശേഷതകളുള്ള ഒരു കേസ് വെച്ചുള്ള വിശകലനമാണിത്. ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങൾ. അനലറ്റിക്കൽ ഇൻഡക്ഷൻ്റെ നടപടിക്രമങ്ങളെ വിശദീകരിക്കേണ്ട പ്രതിഭാസത്തെ ആദ്യം നിർവചിക്കുക. പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുക. ഹൈപ്പോത്തിസിസ് അനുയോജ്യമാണോ എന്ന് നോക്കാൻ ഒരു കേസ് പഠിക്കുക. ഹൈപ്പോത്തിസിസ് വസ്തുതകളുമായി യോജിക്കുന്നില്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് മാറ്റുകയോ അല്ലെങ്കിൽ ആ കേസ് ഒഴിവാക്കാനായിട്ട് പ്രതിഭാസത്തെ പുനർനിർവചിക്കുകയോ ചെയ്യുക. പ്രായോഗികമായി ഉറപ്പ് ലഭിക്കാൻ ചെറിയ എണ്ണം കേസുകൾ പരിശോധിക്കുക. ഒരു സാർവത്രിക ബന്ധം സ്ഥാപിക്കുന്നത് വരെ കേസുകൾ പരിശോധിക്കുന്നതും പ്രതിഭാസത്തെ പുനർനിർവചിക്കുന്നതും ഹൈപ്പോത്തിസിസ് മാറ്റുന്നതും തുടരുക. തെളിയിക്കാനായിട്ട് നിർവചനത്തിന് പുറത്തുള്ള കേസുകൾ പരിശോധിച്ച് അന്തിമ ഹൈപ്പോത്തിസിസ് അവർക്ക് ബാധകമാണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റെപ്പിലൂടെയൊക്കെയാണ് ഇൻഡക്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ ഇൻഡക്ഷന് നടക്കുന്നത്. മറ്റൊന്നാണ് ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ച്. നമ്മൾ നേരെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡിഡക്റ്റീവ് ഗവേഷണം ഒരു തിയറിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ തിയറി പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തിയറി ഇല്ലെങ്കിൽ ഡിഡക്റ്റീവ് ഗവേഷണം നമുക്ക് നടത്താൻ കഴിയില്ല. 5 ഘട്ടങ്ങളുണ്ട് ഇതിനും. നിലവിലുള്ള ഒരു തിയറിയിൽ നിന്ന് ആരംഭിക്കുക. ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുക. ഹൈപ്പോത്തിസിസ് പരിശോധിക്കാൻ ഡാറ്റ ശേഖരിക്കുക. ഡാറ്റ വിശകലനം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുക. നൾ ഹൈപ്പോത്തിസിസ് നിരസിക്കാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുക.
ഇതിൻ്റെ ലോജിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഡിഡക്ഷൻ എന്നത് പൊതുവായതിൽ നിന്ന് പ്രത്യേകമായതിലേക്കുള്ള ഒരു യുക്തിയാണ്. മേജർ പ്രെമിസ്, മൈനർ പ്രെമിസ്, നിഗമനം എന്നിവ തമ്മിലുള്ള യുക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. മേജർ പ്രെമിസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി സ്ഥാപിച്ചൊരു പൊതുവായ സാമാന്യവൽക്കരണം അല്ലെങ്കിൽ അനുമാനം. മൈനർ പ്രെമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പ്രെമിസുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കേസ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇത്. ഇതിൽ ഇത്ര മനസ്സിലാക്കുക, ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക്, മറ്റേത് സ്പെസിഫിക് ടു ജനറൽ എന്നുള്ളതാണ്. ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ യൂണിറ്റ് 2 നോക്കാം. സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് മെത്തഡോളജി. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിസഹമായ ന്യായവാദത്തിൻ്റെ പടിപടിയായുള്ള ചിട്ടയായിട്ടുള്ളൊരു നടപടിക്രമമാണ് ശാസ്ത്രീയ രീതി. അതായത് കാൾ പിയേഴ്സൺ പറയുന്നത് എല്ലാ ശാസ്ത്രശാഖകളിലും ശാസ്ത്രീയ രീതി ഒന്നാണ്. വസ്തുതകളല്ല, മറിച്ച് ആ വസ്തുതകളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഒരു പഠനത്തെ ശാസ്ത്രീയമാക്കുന്നത്. മനുഷ്യനെക്കുറിച്ചായാലും പ്രകൃതിയെക്കുറിച്ചായാലും ഈ രീതി പ്രയോഗിക്കാൻ കഴിയുന്ന എന്തിനേയും നമുക്ക് ശാസ്ത്രം എന്ന് വിളിക്കാം. സയൻറ്റിഫിക് മെത്തേഡിൻ്റെ അതായത് തെളിവുകളെ ആശ്രയിക്കുന്നു. അതുപോലെ ആശയങ്ങളുടെ യൂസ് ഓഫ് കൺസെപ്റ്റ്, നമുക്ക് ഇന്ദ്രിയങ്ങളോട് ലഭിക്കുന്ന വിവരങ്ങളെയും അനുഭവങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളാണ് ആശയങ്ങൾ. മറ്റൊന്ന് വസ്തുനിഷ്ഠയോടുള്ള പ്രതിബദ്ധത, പക്ഷപാതമില്ലാതെ വസ്തുതകളെ അടിസ്ഥാനമാക്കി തീരുമാനം എടുക്കുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി. അതിന് കമ്മിറ്റ്മെൻറ്റ് ടു ഒബ്ജക്റ്റിവിറ്റി, അത് വസ്തുനിഷ്ഠയോടാണ് ഒരു പ്രതിബദ്ധത ഉള്ളത്. ആരാണ് ആശയവിനിമയം നടത്തുന്നത് എന്നതിനനുസരിച്ച് നിഗമനങ്ങൾ മാറാൻ പാടില്ല, എല്ലാവർക്കും തുല്യമായിരിക്കണം. ധാർമ്മികമായിട്ടുള്ളൊരു നിഷ്പക്ഷ എത്തിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടായിരിക്കണം. ജനറലൈസേഷൻ, ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കാൾ പല സംഭവങ്ങൾക്കിടയിലുള്ള സമാനതകളിലാണ് ശാസ്ത്രജ്ഞർക്ക് താല്പര്യം. വെരിഫിയബിലിറ്റി, ശാസ്ത്രീയ നിഗമനങ്ങൾ മറ്റുള്ളവർക്ക് സ്വതന്ത്രമായിട്ട് പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കണം. ഗവേഷകന് തങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തലുകൾ എത്തിയതെന്ന് വിശദീകരിക്കണം. മറ്റുള്ളവർക്ക് അതേ പരീക്ഷണങ്ങൾ ആവർത്തിക്കാനും ഫലങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. മറ്റൊന്ന് ലോജിക്കൽ റീസണിങ് പ്രോസസ്സ്, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ എന്നീ യുക്തിചിന്താ രീതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നല്ലൊരു ശാസ്ത്രീയ രീതിയുടെ ആവശ്യകത, ഒന്ന് പ്രശ്നത്തെ യുക്തിസഹമായിട്ട് വിശകലനം ചെയ്യുക, ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുക, സാധ്യമെങ്കിൽ പദങ്ങളും ആശയങ്ങളും വ്യക്തമായിട്ട് നിർവചിക്കുക, പ്രശ്നത്തിന് അനുയോജ്യമായ ഡാറ്റ ശേഖരിക്കുക, ഡാറ്റ വർഗീകരിക്കുക, വേരിയബിളുകളെ അളക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കുക, ഡാറ്റ സംഗ്രഹിക്കാനും ബന്ധങ്ങൾ അളക്കാനും കർശനമായ സ്റ്റാറ്റിസ്റ്റിക്കൽ നടപടിക്രമങ്ങൾ ഉപയോഗിക്കുക, ഹൈപ്പോത്തിസിസ് പരിശോധിക്കാൻ യുക്തിസഹമായ ന്യായവാദം ഉപയോഗിക്കുക, കണ്ടെത്തലുകളിൽ നിന്ന് കൃത്യമായ നിഗമനങ്ങൾ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് പരിശോധിക്കാൻ കഴിയുന്ന വിധം സാമാന്യവൽക്കരണങ്ങൾ വ്യക്തമായിട്ട് പ്രസ്താവിക്കുക, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക, ഗവേഷണ പ്രക്രിയയും രീതികളും പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് മെത്തേഡ് രണ്ടാമത്തെ ഒരു കൺസെപ്റ്റാണ്. ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന വിവിധ പ്രക്രിയകൾ, പദ്ധതികൾ, അൽഗോരിതങ്ങൾ, ഇതാണ് റിസർച്ച് മെത്തേഡ്സ്. പഠനം നടത്തുമ്പോൾ ഗവേഷകന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇവ ആസൂത്രണം ചെയ്തതും ശാസ്ത്രീയവും മൂല്യരഹിതവുമാണ്. പരീക്ഷണങ്ങൾ, സർവേ, സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളൊക്കെയാണിത്. ഒരു ഗ്രൂപ്പ് റിസർച്ച് മെത്തേഡിൻ്റെ വിഭാഗങ്ങൾ, ഒന്ന് ഡാറ്റ ശേഖരണ രീതികൾ, മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഇവാലുവേഷൻ മെത്തേഡ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. മറ്റൊന്ന് റിസർച്ച് മെത്തഡോളജി, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചിട്ടയായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഗവേഷണം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണിത്. ഗവേഷണ രൂപകൽപ്പന, ഇത് റിസർച്ച് ഡിസൈന്, ഡാറ്റ ശേഖരണം, ഡാറ്റ വിശകലനം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. എന്തിനാണ് ഒരു പഠനം നടത്തിയത്, എങ്ങനെയാണ് ഒരു പ്രശ്നം നിർവഹിച്ചത്, എന്തിനാണ് പ്രത്യേക രീതി തിരഞ്ഞെടുത്തത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇത് ഉത്തരം നൽകുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവുപരമായ സംഖ്യാടിസ്ഥാനത്തിലുള്ള ഡാറ്റ അളക്കുന്നതിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വേരിയബിളുകൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ അളക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പ്രാധാന്യം നൽകുന്നു. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണപരമായത്, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഗുണപരമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് ആ സംഖ്യകളല്ല, മറിച്ച് വിവരണങ്ങളിലും വാക്കുകളും അർത്ഥങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗവേഷകനും വിഷയം തമ്മിലുള്ള അടുത്ത ബന്ധം, സന്ദർഭം എന്നിവയ്ക്കാണ് ഇത് പ്രാധാന്യം നൽകുക. മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജി, റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിലോ പ്രശ്നത്തിലോ ഗവേഷണം നടത്താൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണിത്. പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷണം നടത്താൻ ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങളെയാണ് ഇത് വിവരിക്കുന്നത്. രീതികൾ മാത്രമല്ല, ആ രീതികൾ തിരഞ്ഞെടുക്കാനുള്ള യുക്തിയും ഇതിൽ ഉൾപ്പെടുന്നു. എന്തിനാണ് ഒരു പ്രത്യേക രീതി ഉപയോഗിക്കുന്നതെന്നും എന്തുകൊണ്ട് മറ്റുള്ളവ ഉപയോഗിക്കുന്നില്ല എന്നും ഇത് വിശദീകരിക്കുന്നു. മെത്തഡോളജിയുടെ വ്യാപ്തി മെത്തേഡിനേക്കാൾ വലുതാണ്. മെത്തേഡുകൾ മെത്തഡോളജിയുടെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഒരു സമ്മറി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നോക്കുക. നിങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. താങ്ക് യു.